ഇപ്പം നാട്ടിൽ മുഴുവൻ കോക്രോച്ചുകളാണ്. കോക്രോച്ച് പാർട്ടീസാണ് ഇപ്പോൾ എല്ലാവിടെയും. കോക്രോച്ച് ജനതാ പാർട്ടി, കോക്രോച്ച് പാർട്ടി ഓഫ് ഇന്ത്യ വേണമെങ്കിൽ നമുക്കൊന്ന് തുടങ്ങാം. റിപ്പബ്ലിക് ഓഫ് കോക്രോച്ചസ് എന്നുകൊണ്ട് തുടങ്ങാം. വലിയ ചിലവൊന്നുമില്ലല്ലോ, ഒരു സോഷ്യൽ മീഡിയ പേജ് തുടങ്ങിയാൽ മതി. അല്ലാതെ മറ്റേ ലിറ്ററലി പൊളിറ്റിക്കൽ പാർട്ടി ഒന്നും അല്ലത്. സെറ്റേർ പോലത്തെ പരിപാടിയാണ്, മീംസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി ഒന്നും ആയിട്ടില്ല, ഇപ്പോൾ അറിയില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ? ഇവർക്കിപ്പോൾ ഭയങ്കര ഫോളോവേഴ്സ്, ട്രെൻഡിങ് ആണ്, ഗ്ലോബൽ മീഡിയ ഇവരെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് സംഭവം, എന്താണ് എന്ത് കാരണമാണ് ഇതിങ്ങനെ തുടങ്ങിയത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാത്തിനും കാരണം ആ ചീഫ് ജസ്റ്റിസാണ്, സൂര്യകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായി. പുള്ളി വന്നിട്ട് പറഞ്ഞു, ഈ അൺഎംപ്ലോയിഡ് ഈ യൂത്ത് ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിലുള്ള, അവന്മാർ ഈ കോക്രോച്ചുകളുടെ പോലെയാണ്, ഒരു പണിക്കും പോയില്ല. രാവിലെ വെച്ച് ഇതുപോലെ ക്യാമറ തുറന്ന് വെറുതെ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് വിളിച്ച് പറയും, ആക്ടിവിസം, പിന്നെ വെറുതെ പണിക്കും പോയില്ല, ഒന്നും ചെയ്യില്ല, അവന്മാർക്ക് വല്ല പണിക്ക് വയ്ക്കൂടെ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് ട്രിഗറായിട്ടാണ് ആദ്യം കുറേ പ്രൊട്ടസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിലേക്ക് വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് പേജസൊക്കെ തുടങ്ങി. അതിൽ ഈ അഭിജിത്ത് ഡിപ്കെ എന്ന് പറഞ്ഞിട്ട് പണ്ട് ആം ആദ്മി പാർട്ടീൻ്റെ വർക്കറായിരുന്നോ എന്തോ ഈ സോഷ്യൽ മീഡിയൻ്റെ എന്തൊക്കെയോ ആയിരുന്ന ഒരു ചങ്ങാതി അമേരിക്കയിൽ ഇരുന്നുകൊണ്ട്, അമേരിക്കയിലാണ് ആലോചിക്കണം, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ അത് പിടിച്ച് ജയിലിലിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇവിടെ ഒരു പേജ് തുടങ്ങുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി. അതിനാണ് ഇപ്പോൾ ഭയങ്കര ഫോളോവേഴ്സ്. ഒറിജിനൽ പാർട്ടീസ് ആയിട്ടുള്ള BJPക്കും കോൺഗ്രസിനേക്കാളും ഫോളോവേഴ്സ് ഇപ്പോൾ ഈ വെറുതെ ഒരു ഫേക്ക്, ഒരു സെറ്റേർ കോമഡിക്ക് ഉണ്ടാക്കിയ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇപ്പോൾ വന്നു. ഫോളോവേഴ്സിലൊക്കെ വലിയ കാര്യമുണ്ടോ? 5 ദിവസം കൊണ്ട് 14 മില്യണോ എന്തൊക്കെയാണോ ആയിരിക്കും. ഇതൊക്കെ എങ്ങനെ ആവും എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ബോട്ടുകൾ എല്ലാവിടെയും ഉണ്ട്. എല്ലാവരുടെ പേജ് എടുത്താലും ബോട്ടുകളൊക്കെ കാണാൻ പറ്റും. ഈ ബോട്ടുകളെ കുറിച്ച് ഒരുപാട് സംസാരിക്കാണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തൊരു കുറ്റം ഇവൻ ആം ആദ്മിൻ്റെയാണ് പാർട്ടീൻ്റെ ഉള്ളതാണെന്നാണ്. ആം ആദ്മി പാർട്ടീൻ്റെ ആയിരിക്കും, അതിപ്പോൾ ഇപ്പം അല്ല എന്നൊന്നും അവൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ പൊളിറ്റീഷ്യന്മാരും ചീഫ് മിനിസ്റ്റർമാരും അടക്കം ആ പാർട്ടി ഈ പാർട്ടി മാറുന്നു, ഈ പാർട്ടി ആ പാർട്ടി മാറുന്നു. അപ്പോൾ അതുപോലെ കണ്ടാൽ പോരെ, വലിയ സംഭവം. പാർട്ടി ഇപ്പോൾ ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ പാർട്ടി ഉണ്ടാക്കി കൂടാ എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരിനൊക്കെ ഇങ്ങനെ വളർത്തുന്നതും ഇവരുടെ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഒരു മൂവ്മെൻറ്റ്, അത് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ, ഈ റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് ഒക്കെ മടുത്തു, അപ്പോൾ ഇതിന് പുതിയൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചിലപ്പോൾ പോകുന്നതായിരിക്കാം. ഇത് ഇവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്. പിന്നെ ഇവർക്ക് ഫ്യൂല് കൊടുക്കുന്നത് ഇവർ തന്നെ. ഈ എക്സിൽ ഇവരുടെ പേജൊക്കെ ബാൻ ചെയ്യിപ്പിക്കുക, ഇവനെ പേഴ്സണലി കുറേ ഭീഷണിപ്പെടുത്തുക, ഇവൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ ഇന്ത്യയിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാർ പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ ഇത് കാണുമ്പോൾ ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന് കാണിച്ചു കൊടുക്കുന്നത് തന്നെ ഇവർക്കെതിരെ പറയുന്ന ആൾക്കാരാണ്. അതവിടെ എന്തോ ഒരു സംഭവം, അത് പോട്ടെ, അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അവർ തീർക്കട്ടെ, അവർക്ക് പല പ്രശ്നങ്ങളും പറയാനുണ്ടാവും, അത് പറഞ്ഞു പോട്ടെ എന്നല്ലേ വിചാരിക്കുന്നത്.